ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒക്ടൽ ടു ബൈനറി കൺവേർഷനാണ്. ഒക്ടലിനെ നമ്മൾ ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കുറച്ച് നിങ്ങൾക്ക് ടഫായിട്ട് തോന്നും, കാരണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സ്കൂളിൽ കാണാതെ പഠിക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അതൊന്നും ചെയ്യേണ്ട, ഭയങ്കര എളുപ്പത്തിൽ നമുക്കൊരു ട്രിക്കൊക്കെ യൂസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ്. ഒക്ടലിൻ്റെ ബേസ് 8 ആണ്, ബൈനറിയുടെ ബേസ് 2 ആണ്. 8 എന്ന് പറയുമ്പോൾ ബൈനറിക്ക് എത്ര ഈക്വലൻ്റ് ആയിട്ട് വരും? 8 എന്ന ബേസ് ബൈനറിയുടെ എത്ര ഈക്വലൻ്റ് ആയിട്ടാണ് വരുന്നത്? 8 = 2 ക്യൂബ്. 8 = 2 ക്യൂബാണെന്ന് വെച്ചാൽ 2നെ നമ്മൾ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോഴാണ് ബൈനറിയിൽ നമുക്ക് എത്ര കിട്ടുന്നത്? 8 കിട്ടുന്നത് അല്ലേ? ഇതെന്ന് വെച്ചാൽ എത്രയാണ്? 2 × 2 4 ആണ്, ഇൻറ്റു 2 എത്രയാണ്? 8 ആണ്. അപ്പോഴെന്താണ്? 2നെ 3 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് 8 കിട്ടുന്നത്. അപ്പോൾ 3 ബിറ്റാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? എത്ര ബിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്? 3 ബിറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ? 3 ബിറ്റ് യൂസ് ചെയ്തപ്പോഴാണ് നമുക്ക് എന്ത് കിട്ടിയത്? 8 കിട്ടിയത്. അപ്പോൾ നമ്മൾ ഒക്ടലിൻ്റെ കാൽക്കുലേഷൻ എല്ലാം നടത്തുമ്പോൾ എല്ലാ നമ്പേഴ്സിനും എന്ത് വേണം? 3 ബിറ്റ് വേണം. എത്ര ബിറ്റ് വേണം? 3 ബിറ്റ് വേണം. ഇപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. നോക്കിയോളൂ. 63 എന്ന ഒക്ടലിനെ നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും? ആദ്യം നമ്മൾ ഈ 63നെ സെപ്പറേറ്റ് ആക്കി എഴുതണം. 6 3 എന്ന് പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് ആക്കി എഴുതും. ഇതിൽ ഡൗട്ടില്ലല്ലോ. 63നെ 6 3 എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആക്കി എഴുതും. എന്നിട്ട് 3 ബിറ്റല്ലേ നമുക്ക് വേണ്ടത്? നമ്മൾ പറഞ്ഞു 3 ബിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ 3 ബിറ്റ്, ആദ്യത്തെ 3 എന്ന വാല്യൂവിനെ 3 ബിറ്റ് ആക്കും. എന്ന് വെച്ചാൽ 0 ക്യൂബ്, 0 1 0 അല്ല 2 0 അല്ല കേട്ടോ, 2 സ്ക്വയർ 0 2 സ്ക്വയർ 1 2 സ്ക്വയർ 2. ഇതല്ലേ 3 ബിറ്റ് ആക്കുന്നത്? അതുപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഈ 6നെയും 3 ബിറ്റ് ആക്കാം. 2 സ്ക്വയർ 0 2 സ്ക്വയർ 1 2 സ്ക്വയർ 2. ഇനി ഇതിൻ്റെ ആൻസർ എത്രയായിരിക്കും കിട്ടുന്നത്? ഇൻറ്റു ചെയ്ത് എഴുതുമ്പോൾ എത്ര കിട്ടും? നോക്കിയോളൂ. 2 സ്ക്വയർ 1 എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1 ആണല്ലേ? 2 സ്ക്വയർ 0 എന്ന് പറയുന്നത് 1 തന്നെ. നമ്മൾ ഏതൊരു സംഖ്യയുടെ സ്ക്വയർ 0 ആയാലും 1 ആയിരിക്കും വരുന്നത്. 2 സ്ക്വയർ 1 എന്ന് പറയുന്നത് നമ്മൾ 2 ഒരേ ഒരു പ്രാവശ്യം എഴുതുന്നതാണ് അർത്ഥം. 2 സ്ക്വയർ 2 എന്ന് പറയുമ്പോൾ എന്താണ്? 2നെ 2 പ്രാവശ്യം എഴുതുന്നത്. 2 സ്ക്വയർ 2 എന്ന് പറയുന്നത് 2 × 2 ആണ്. അപ്പോൾ എത്രയാണ്? 2 × 2 എന്ന് പറയുന്നത് 4 വരും. ഇതേ സെയിം തന്നെയല്ലേ ഇവിടെയും വരുന്നത്? 4 2 1. ഇതൊരു ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഈ 3 എന്ന സംഖ്യ ഇതിൽ ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോഴായിരിക്കും 3 കിട്ടുന്നത്? ഏതൊക്കെ നമ്പേഴ്സ് തമ്മിൽ കൂട്ടുമ്പോഴാണ് 3 കിട്ടുന്നത്? നോക്കിയേ. 2ഉം 1ഉം അല്ലേ? അപ്പം നമുക്ക് ആ സ്ഥാനത്ത് 1 1 എന്ന് കൊടുക്കാം. ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇവിടെ 0 എന്ന് കൊടുക്കാം. അടുത്തത്, ഇവിടെ 6 എന്ന സംഖ്യ ഏതൊക്കെ നമ്പേഴ്സ് ഇവിടെ കൂട്ടുമ്പോഴേക്കും നമുക്ക് 6 കിട്ടുന്നത്? 4ഉം 2ഉം. അപ്പോൾ അവിടെ നമുക്ക് 1 1 എന്ന് കൊടുക്കാം. എന്നിട്ട് ഈ 1ൻ്റെ ആവശ്യമില്ലല്ലോ, 0 കൊടുക്കാം. അപ്പോൾ ഈ 63ൻ്റെ ബൈനറി എന്ന് പറയുന്നത്, 63ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1 1 0 0 1 1. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ 63 എന്ന ഒക്ടൽ നമ്പർ തന്നു. അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞു. 63നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. 3 ബിറ്റാണ് നമുക്ക് വരുന്നത്. കാരണം 8 എന്ന് പറയുന്നത് 3 ബിറ്റ് ആക്കിയപ്പോഴാണ് നമുക്ക് 8, ബൈനറിയുടെ 3 ബിറ്റ് ആക്കിയപ്പോഴാണ് 8 കിട്ടിയത്. ഏതൊരു സംഖ്യയും നമ്മൾ ഒക്ടലാണോ ചെയ്യുന്നത്, ഒക്ടലിനെ 2 സ്പ്ലിറ്റ് ആക്കുക, എന്നിട്ട് 3 ബിറ്റാക്കി എഴുതുക. 2 1 0. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻറ്റു ചെയ്യുമ്പോഴേക്കും 4 2 1 എന്ന് കിട്ടും. 2⁻0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2⁻1 എന്ന് പറയുന്നത് 2 തന്നെയാണ്. 2⁻1 എന്ന് വെച്ചാൽ എന്താണ്? 2⁻1 എന്ന് പറയുന്നത് 2. ഇത്രയേ ഉള്ളൂ. എന്ന് വെച്ചാൽ 2നെ ഒരിക്കൽ എഴുതുന്നു എന്നാണ് അർത്ഥം. 2നെ ഒരിക്കൽ എഴുതുന്നു. 2⁻2 എന്ന് പറയുമ്പോൾ എന്താണ്? 2നെ 2 പ്രാവശ്യം എഴുതുന്നു.
2⁻³ എന്ന് വെച്ചാൽ എത്രയാണ്? 2ൻ്റെ 3 പ്രാവശ്യം എഴുതുന്നു. ഇൻറ്റു ഉണ്ട് ഇതിൻ്റെ 2 × 2 × 2 ഇങ്ങനെ എഴുതുന്നു. ഇതാണ് അർത്ഥം. അപ്പോൾ ഇവിടെ 2⁻² എന്ന് പറയുമ്പോൾ എത്രയാണ്? 2 × 2 2 × 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. സെയിം അതേ തന്നെയല്ലേ ഇവിടെയും വരുന്നത്. ഇത് നമ്മൾ ഇതേപടി എഴുതുന്നു. 4 2 1 4 2 1 എന്ന് എഴുതും. നോക്കിയോളൂ, ഇതിലൊരു ചെറിയ ഇതുണ്ട് എന്ന് വെച്ചാൽ 4 + 2 എന്ന് പറഞ്ഞാൽ 6 ആണ്. 6 + 1 എന്ന് പറയുന്നത് 7 ആണ്. 7 0 to 7 അല്ലേ നമ്മുടെ ഒക്ടൽ എന്ന് പറയുന്നത്. അപ്പോൾ ആ കറക്റ്റ് 7 നമ്പേഴ്സ് ഇവിടെ വന്നില്ലേ? അത് തന്നെയാണ് കാര്യം. ഇവിടെ നോക്കിയോളൂ. എന്നിട്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ഇൻറ്റു ചെയ്ത് എഴുതി. എന്നിട്ട് ഈ തന്നിട്ടുള്ള സംഖ്യ ഇതിൽ എത്ര കൂട്ടുമ്പോഴാണ് കിട്ടുക എന്ന് നോക്കണം. ഇതിൽ എത്ര എണ്ണം കൂട്ടുമ്പോൾ നമുക്കിത് കിട്ടും നോക്കണം. 3 കിട്ടുന്നത് 2 1 ചെയ്യുമ്പോഴാണ് 3 കിട്ടുന്നത്. അതുകൊണ്ട് നമ്മളിവിടെ 1 1 എന്ന് എഴുതി. 4ൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല, നമ്മൾ 0 എഴുതി. അടുത്ത 6 ചെയ്യുമ്പോൾ 4 2 1 ഉണ്ട്. 4ഉം 2ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 6 കിട്ടുന്നത്. 1ൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, അതുകൊണ്ട് നമ്മൾ 0 എഴുതി. അപ്പോൾ നമ്മുടെ ബൈനറി നമ്പർ എന്ന് പറയുന്നത് എത്രയാണ്? 1 1 1 0 0 1 1. ഇതല്ലേ? നോക്കിയോളൂ, ഈ 63ൻ്റെ കണക്ക് നമ്മളിപ്പോൾ ചെയ്തില്ലേ? പ്രോബ്ലം ചെയ്തപ്പോൾ നമുക്ക് കിട്ടില്ലേ? ഈ ആൻസർ തന്നെയല്ലേ ഇവിടെയും കിട്ടിയിട്ടുള്ളത്. സംഭവം ഇവിടെ ഇതൊക്കെ കാണാതെ പഠിക്കാനായിട്ട് പറഞ്ഞിരിക്കും. നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ പറഞ്ഞ രീതിക്ക് ആ രീതിക്ക് മാത്രം ഫോളോ ചെയ്ത് എഴുതിയാൽ മതി. അടുത്ത് നോക്കിയോളൂ, ഇവിടെ 257 257 ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാലോ. ഇവിടെ കണ്ടില്ലേ, 257നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും, ഇവിടെ വേറെ സംഖ്യ വരില്ലേ? നമുക്കറിയാം ഒക്ടൽ എന്ന് പറയുന്നത് 0 to 7 ആണ്. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന നമ്പേഴ്സിനെ ബൈനറിയിലേക്കോ വേറെ നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ 8 9 10 എന്നുള്ള നമ്പേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എന്തിൽ വരില്ല? നമ്മുടെ ഒക്ടലിൽ വരില്ല. ഇത് ഹെക്സാ ഡെസിമലിലോട്ടോ അല്ലെങ്കിൽ ഡെസിമൽ നമ്പറിലേക്കായിരിക്കും പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതിലേക്ക് നോക്കണ്ട. 7 വരെയുള്ള 0 to 7 വരെയുള്ള നമ്പേഴ്സ് മാത്രമേ നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഏതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ? ഒക്ടലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഒക്ടലായിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നോക്കിയോ, നമുക്ക് ഈ ഒരു കണക്ക് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 2 5 7. ഡൗട്ടില്ലല്ലോ, നമ്മൾ 2 5 7 സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് ഇത് നിങ്ങൾക്ക് സ്കൂളിൽ ഇതുപോലെ ആയിരിക്കില്ല പറഞ്ഞു തരുന്നത്. നമുക്ക് പരീക്ഷയ്ക്ക് എളുപ്പത്തിൽ ഒരു ട്രിക്കായിട്ട് പഠിക്കാൻ പറ്റുന്ന മെത്തേഡ് ഇതാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. നോക്കിയോ, 2 square 0 2 square 1 2 square 2 2 square 0 2 square 1 2 square 2 2 square 0 2 square 1 2 square 2. ഇതിൽ ഡൗട്ടൊന്നുമില്ലല്ലോ. ഇനി നമ്മളിതിനെ എന്തെയാണ് മാറ്റി എഴുതാൻ പോവാണ്. ഇത് 4 അല്ലേ, ഇത് 2 അല്ലേ, ഇത് 1 അല്ലേ? സെയിം തന്നെയല്ലേ ഇവിടെ എല്ലാം വരുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 7 വരണമെങ്കിൽ ഇതിൽ ഏതൊക്കെ സംഖ്യകൾ തമ്മിൽ കൂട്ടണം? 4 + 2 6 6 + 1 7. അപ്പോൾ ഇതെല്ലാം 1 ആണ്. ബൈനറിയിൽ നമ്മൾ 1 ആക്കി കൊടുക്കും. 5 വരണമെങ്കിൽ 4 + 2 എന്ന് പറഞ്ഞാൽ 6 ആവും. അപ്പോൾ 4 + 1 ആണ് 5 അല്ലേ? അപ്പോൾ 2ൻ്റെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ 2ക്ക് നമ്മൾ 0 കൊടുക്കും. 1 ആവശ്യമുണ്ട്, 4 ആവശ്യമുള്ളതുകൊണ്ട് 1 കൊടുക്കും. അടുത്ത 2, ഇവിടെ 2 ഓൾറെഡി ഉണ്ട്. നമ്മളൊന്നും തമ്മിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് 2ന് അവിടെ 1 കൊടുക്കും. ബാക്കി രണ്ടും 0. ബാക്കി 2ൻ്റെ ആവശ്യമില്ല. അപ്പോൾ 257 എന്ന ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0 1 0 1 0 1 1 1 1 എന്നുവെച്ചാൽ ഓക്കെ. ഇതെന്ന് പറയുന്നത് അടുത്തത് ഇതെന്ന് പറയുന്നത്
ഡൗട്ടുണ്ടോ? അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇതെല്ലാം കൂടെ നമ്മളിപ്പോൾ ഒന്നിച്ചെഴുതിയതാണ് ഇവിടെ കണ്ടത്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്യാം. നമ്മുടെ അടുത്ത സംഖ്യ ഇതാണ് 7046 എന്ന ഈ ഒരു നമ്പറിനെ, ഈ ഒരു ഒക്ടൽ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇത് ഒക്ടൽ എന്ന് പറയാൻ കാരണം എന്താണ്? ബേസ് 8 ആണ്. സോ ഇത് ഒക്ടലാണ്. ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ആദ്യം എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. വളരെ എളുപ്പമാണ്. സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. എന്നിട്ട് ഇതിൻ്റെ എല്ലാം ഇപ്പോൾ നമുക്കറിയാലോ, ഇതിൻ്റെ എല്ലാം പവർ 2 വെച്ച് പവർ എഴുതുമ്പോഴേക്കും എല്ലാത്തിലും എന്ത് വരും? 202122 202122 202122 202122. ഇനി ഇത് എഴുതുമ്പോഴേക്കും 421 421 421 421. നോക്കിയോ, 6 കിട്ടണമെങ്കിൽ 4ഉം 2ഉം കൂടെ ആഡ് ചെയ്യണം. അതുകൊണ്ട് 4ഉം 2ഉം നമുക്ക് വേണം. നമ്മളവിടെ 1 എന്ന് കൊടുത്തു. 1ൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് അവിടെ നമ്മൾ 0 കൊടുത്തു. ഇവിടെ നോക്കിയോ, 4 വേണമെങ്കിൽ ഇവിടെ ഓൾറെഡി 4 ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ 1 കൊടുക്കാം, ബാക്കി രണ്ടും 0 ആണ്. 0 ഇതൊന്നും 0 അല്ല അല്ലേ? ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല. അതുകൊണ്ട് ഇതെല്ലാം നമുക്കിങ്ങനെ 0 കൊടുക്കാം. ഇവിടെ 0 ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ഒന്നിൻ്റെ ആവശ്യമില്ല, 0 ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിവിടെ എല്ലാം 0 കൊടുത്തു. അടുത്ത 7 വേണമെങ്കിൽ ഇത് 3ഉം വേണം. 4 + 2 എന്ന് പറയുന്നത് 6 ആണ്. 6 + 1 എന്ന് പറയുന്നത് 7 ആണ്. ഇത് 3ൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ 3 1 എന്ന് കൊടുത്തു. ഇനി നമുക്ക് 2046 എന്ന ഒക്ടൽ നമ്പറിൻ്റെ ബൈനറി എഴുതുമ്പോൾ ആദ്യം നമ്മളിത് അതേപടി എഴുതും. 111. എന്നിട്ട് ഈ 3 0 എഴുതും. 000. എന്നിട്ട് ഈ 100 എഴുതും. 100. അടുത്തത് 110 എഴുതും. 110. ഇതാണ് ഒക്ടലിൻ്റെ ബൈനറി എന്ന് പറയുന്നത്. ഇതാണോ നമ്മുടെ PDF-ലുള്ള നോക്കാം. നോക്കിയേ, ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? 11100 100 110. ഇത് തന്നെ നമുക്ക് കിട്ടിയത് അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഒക്ടൽ ചെയ്യേണ്ടത്. ഒക്ടൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇവിടെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്, നോക്കിയോളൂ. ആദ്യം തന്നിട്ടുള്ള ഒക്ടൽ നമ്പറിനെ എഴുതുക. എന്നിട്ട് തന്നെ 3 ബിറ്റാക്കി മാറ്റുക. 3 ബിറ്റാക്കിയിട്ട് അതിൻ്റെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്മൾ എന്താണ് പവർ കൊടുത്തതിന് ശേഷം അതിൻ്റെ ഫൈനൽ റിസൾട്ട് എല്ലാം കൂടെ ചേർത്ത് ഒന്നിച്ചെഴുതുക. അത്രയേ ഉള്ളൂ. ഇവിടെ കൊടുത്തേക്കണ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതിങ്ങനെയല്ലോ നമ്മൾ എഴുതിയെന്ന് തോന്നും. നിങ്ങളതൊന്നും നമ്മൾ ഇപ്പോൾ എഴുതി ചെയ്ത രീതിക്ക് മാത്രം നിങ്ങൾ പഠിച്ചു പോവാം കേട്ടോ. ഇത് ഇവിടെ ഇക്വലൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി എഴുതിയിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ ചെയ്ത് പഠിച്ച രീതിക്ക് തന്നെ പോവുക. അതാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മനസ്സിലായി എന്ത് ചെയ്യുക, ഇതറിയിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക കേട്ടോ. അടുത്തത് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ ആണ് കേട്ടോ. നമ്മൾ ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ബൈനറീനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ 2-3 ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു PDF നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കുക, എക്സാമ്പിൾ 1 കൊടുത്തിട്ടുള്ളതുണ്ടോ? 10110 അല്ലേ? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ബൈനറി ആണ്. അതിനെ ഏതിലേക്ക് മാറ്റണം? ഒക്ടലിലേക്ക് മാറ്റണം. എങ്ങനെ മാറ്റാം നോക്കാം. ഇതാണ് നമ്മുടെ ബൈനറി നമ്പർ. ഇതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യും? ഇത് വളരെ എളുപ്പമാണ്, നമുക്കറിയാം. ഒക്ടൽ എന്ന് പറയുന്നത് 8 ആണല്ലേ? 3 ബിറ്റ് ഓഫ് ബൈനറി ആണ്. 3 ബിറ്റ് ഓഫ് ബൈനറി ആണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 202122 എന്ന് വെച്ചാൽ 421. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ കാണാതെ പിടിച്ചു വയ്ക്കുക. ഇതാണ് ഒക്ടൽ എന്ന് പറയുന്നത്. ഇതാണ് ഒക്ടലിൻ്റെ ഇതിൽ വരുന്നത് 401. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്
ഇതല്ലേ നമ്മുടെ ബൈനറി തന്നിട്ടുള്ളത്. ഇതിനെ ഒക്ടലിലോട്ടല്ലേ മാറ്റാൻ പറഞ്ഞിട്ടുള്ളത്. ഈ നമ്പേഴ്സിനെ നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കി എഴുതാം. 3 എണ്ണം വീതം വെച്ച് സെപ്പറേറ്റ് ആക്കാം. ആദ്യത്തേതാണ് ആദ്യം എഴുതേണ്ടത്. 0 1 0 എടുത്തില്ലേ? വീണ്ടും അടുത്തത് ഇപ്പുറത്ത് എഴുതാം. 1 0 1. ഇനി ഇതിനെ നമ്മൾ മാറ്റുമ്പോഴേക്കും 4 2 1. 1ൻ്റെ താഴെ 1 ഉണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കും. 2ൻ്റെ താഴെ 0 ആണെങ്കിൽ ഈ നമ്പറിൻ്റെ ആവശ്യമില്ല. 4ൻ്റെ താഴെ 1 ഉണ്ടെങ്കിൽ ഈ നമ്പർ എടുക്കും. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കിട്ടും. എത്രയാണ്? 4 3 5. സെയിം തന്നെയല്ലേ ഈ 3 കാര്യം എടുത്ത് നോക്കുമ്പോഴും. 1 0 1. 1ൻ്റെ മേളിൽ എന്താണ്? 1 0 വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യമില്ല, ആ നമ്പറിൻ്റെ ആവശ്യമില്ല എന്നാണ്. ഇപ്പുറത്ത് 4 ഉള്ളത് അല്ലേ? 4 ഉണ്ടെങ്കിൽ 4 + 1 എന്ന് പറയുന്നത് 5. അപ്പോൾ ഈ ബൈനറി നമ്പറിൻ്റെ ഒക്ടൽ എന്ന് പറയുന്നത് 55. നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. നോക്കിയോളൂ, ഇത്രയും വലിയൊരു നമ്പേഴ്സിനെ നമുക്ക് എന്താണ് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇവിടെ നോക്കിയോ, ഇത് 3. അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഇത് എഴുതി വയ്ക്കുക. ഇതല്ലേ നമ്മൾ 3 ബിറ്റിൽ വരുന്നത്. 2 0 2 1 2 2 ഇതെഴുതി വയ്ക്കുക. എന്നിട്ട് ആദ്യത്തെ 3 നമ്പർ എടുക്കുക. ആദ്യത്തെ ബ്ലറാവുന്നുണ്ടല്ലേ? ആദ്യത്തെ 3 നമ്പർ എടുക്കുക. 1 1 1 ആണ് എന്ന് വെച്ചാൽ ഈ 3ലും 1 1 1 ഉണ്ട് എന്ന് വെച്ചാൽ ഇത് ഇത്രയും കൂട്ടുക എന്നാണ് അർത്ഥം. ഇത്രയും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7. അടുത്ത 3 നമ്പേഴ്സ് എടുത്ത് നോക്കിയേ. 1 1 0 എന്ന് വെച്ചാൽ 4 2 1. 1 1 0 എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെയും 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്, ഇവിടെ 0. അപ്പോൾ ഈ നമ്പറിൻ്റെ ആവശ്യമില്ല. ഇത് രണ്ടും മാത്രം നമുക്ക് ആഡ് ചെയ്താൽ മതി. അപ്പോൾ എത്ര കിട്ടും? 6 കിട്ടും. അടുത്തത് 1 0 0 എന്ന് വെച്ചാൽ എന്താണ്? 1 0 0. ഇത് രണ്ടിൻ്റെയും ആവശ്യമില്ല, ഇത് മാത്രം മതി. 4. അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്. 1 0 0 4. അപ്പോൾ ഈ നമ്പറിൻ്റെ ഒക്ടൽ എന്ന് പറയുന്നത് 4 4 6 7. ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കേണ്ടത്. 4 2 1. ഈ 4 2 1 എങ്ങനെയാണ് വന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചു. ഒക്ടൽ എന്ന് പറയുന്നത് 8 ആണ്. 8 എന്ന് പറയുമ്പോൾ 0 to 7 ഡിജിറ്റ്സ് ആണ് വരുന്നത് അല്ലേ? 0 to 7 ഡിജിറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെന്താണ് ഈ ഒക്ടൽ 2ൻ്റെ ക്യൂബാണ് 8 എന്ന് പറയുന്നത്. ഒക്ടലായിട്ട് വരുന്നത് 2ൻ്റെ ക്യൂബാണ്. 2നെ 3 പ്രാവശ്യം നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 കിട്ടും അല്ലേ? 8 കിട്ടും. അപ്പോൾ 8 എന്ന് പറയുന്ന 2ൻ്റെ ക്യൂബാണ്. അപ്പോൾ 3 ബിറ്റാക്കി നമ്മളിവിടെ ഡിവൈഡ് ചെയ്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 2 ക്യൂബ് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ, ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനെ 3 ബിറ്റാക്കി മാറ്റണം. എത്ര ബിറ്റാക്കി മാറ്റണം? 3 ബിറ്റാക്കി മാറ്റണം, ഏതൊരു സംഖ്യ കിട്ടിയാലും. അപ്പോൾ ഈ 3 ബിറ്റാക്കി മാറ്റുന്ന സമയം നമുക്കറിയാം. 3 ബിറ്റാക്കി മാറ്റുന്നത് എങ്ങനെയാണ്? 2 0 2 1 2 2 അല്ലേ? ഇങ്ങനെയാണ് മാറ്റുന്നത്. 2 0 എന്ന് പറയുന്നത് 1 തന്നെയാണ്. 2 റൈസ് ടു 1 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2നെ ഒരു പ്രാവശ്യം എഴുതുന്നു. 2 റൈസ് ടു 2 എന്ന് പറയുമ്പോൾ 2നെ 2 പ്രാവശ്യം എഴുതുന്നു. എന്ന് വെച്ചാൽ ഇത് 2 മാത്രമാക്കി എഴുതുമ്പോൾ 4 ആണ് കിട്ടുന്നത്. 3 ബിറ്റാക്കിയിട്ട് നമ്മളിങ്ങനെ എഴുതിയില്ലേ? ഇതാണ് നമ്മൾ ബേസ് ആയിട്ട് ഒക്ടലിൻ്റെത് എടുക്കാൻ. ഒക്ടലിൽ ഇതാണ് നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സംഖ്യ ഇപ്പോൾ നോക്കിയോളൂ, 0 0 1 0 0 1 1 1 ഇങ്ങനെ എടുക്കുമ്പോൾ നോക്കിയോ, ഇത് ആദ്യത്തെ 3 ബിറ്റ് എടുക്കണം. ആദ്യത്തെ 3 നമ്പേഴ്സ് എടുക്കുമ്പോഴേക്കും ഇവിടെ നമ്മൾ എഴുതി നോക്കണം. 4 2 1.
ഇതിൻ്റെ താഴെ ഈ 3 നമ്പറിൻ്റെയും താഴെ 1 വന്നിട്ടുണ്ടെങ്കിൽ ഇത് 3ഉം കൂടെ ആഡ് ചെയ്യണം എന്നാണ് അർത്ഥം. എന്ന് വെച്ചാൽ എത്രയാണ്? 7. അടുത്ത 3 നമ്പേഴ്സ് എടുക്കണം. എന്നിട്ട് 4 2 1 എന്ന് എഴുതണം. ഈ 2 നമ്പേഴ്സിൻ്റെ താഴെ 0 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 2 നമ്പറും വേണ്ട. ഇതിൻ്റെ താഴെയാണ് 1 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് 4 എന്ന് എടുക്കാം. അടുത്തത് എഗെയിൻ സെയിം നമ്പർ അല്ലേ? 4 2 1ൽ 1 0 ആണ്, 2 0 ആണ്. ക്യാൻസൽ ചെയ്യാം. 1ൻ്റെ താഴെയാണ് 4ൻ്റെ താഴെയാണ് 1 വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ 4 എടുക്കാം. അപ്പോൾ ഈ ഒരു ബൈനറിയുടെ ഒക്ടൽ എന്ന് പറയുന്നത് 4 4 7 ആണ്. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണതും ബൈനറീനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ആകെ കൂടി കോമൺ ആയിട്ട് ചിന്തിച്ച് വെക്കേണ്ട 3 നമ്പേഴ്സ് ഉണ്ട്. 4 2 1. ഈ നമ്പറിൻ്റെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതിനെ കൺവേർട്ട് ചെയ്യേണ്ടത്. 3 ബിറ്റ് വീതം എടുക്കണം. നമ്മളിപ്പോൾ ഒക്ടലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ 3 ബിറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ച് എഴുതുക. എന്ന് വെച്ചാൽ 4 2 1 ആണ്. എന്നിട്ട് അതിൽ ആ നമ്പർ ആഡ് ആക്കുമ്പോൾ ഏതിലൊക്കെ ആയിരിക്കും 0 വരുന്നത്, ഏതിലൊക്കെ ആയിരിക്കും 1 വരുന്നത് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ എന്താണ് തിരിച്ച് ബൈനറീനെ ഒക്ടലിലേക്ക് ആക്കുമ്പോൾ എന്ത് ചെയ്യണം? ബൈനറിയിൽ വരുന്നതിന് നമ്മൾ ബൈനറി നമ്പേഴ്സ് അറിയില്ല, അത്യാവശ്യം ഒരുപാട് നമ്പേഴ്സ് വരും. ഒരുപാട് നമ്പേഴ്സ് 01 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ലെങ്തി ആയിട്ട് വരും. അപ്പോൾ അതിനെ 3 ബിറ്റ് ആക്കി നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ആ 3 ബിറ്റിൽ 4 2 1 അവിടെ ഏതിലൊക്കെയാണ് 1 വരുന്നത് ആ 1നെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്ത് എഴുതുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യും? ഒക്ടൽ നമ്പർ ഏതെന്ന് കിട്ടും. ഇപ്പോൾ നമ്മൾ നേരത്തെ ഞാൻ ആ വീഡിയോ ആഡാക്കി ഇതിൽ നിങ്ങൾ കണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്നായിട്ട് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതുപോലെ ഈ എക്സാമ്പിൾ 3ൽ കൊടുത്തേക്കുന്ന കൺവേർട്ട് 100111101 ആ നമ്പർ തെറ്റാണ് കേട്ടോ. അതിന് പകരം ഇവിടെ താഴെ അവർ ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടില്ലേ, അതാണ് ശരിയായിട്ടുള്ള ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ തെറ്റാണ്. കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയേക്കുന്ന ആ നമ്പർ തെറ്റാണ്. ഇവിടെ താഴെ ആഡ് ലീഡിങ് 01 ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സിൽ എഴുതിയിട്ടില്ലേ, ആ നമ്പറാണ് യഥാർത്ഥത്തിൽ അവിടെ വരേണ്ട നമ്പർ കേട്ടോ. അതിൽ ചെറിയൊരു 1 കൂടെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്, അത് മിസ്റ്റേക്കാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷനാണ്. അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.